ഈസ്റ്ററുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ഇന്ന് ഈസ്റ്റർ. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും വഴികളിലൂടെ വിശ്വാസി സമൂഹം യേശുവിന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നു. പീഡകളുടെയും സഹനങ്ങളുടെയും വ്യതകളിൽ നിന്ന് പ്രത്യാശയുടെ പൊൻകതിർ വിടർത്തി യേശു ഉയർത്തെഴുന്നേറ്റതിനെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ലോകരക്ഷകനായി പിറന്ന യേശു ക്രിസ്തു കുരിശുമരണത്തിന് ശേഷം മൂന്നാം നാൾ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നാണ് വിശ്വാസം. കുരിശുമരണം വഹിച്ച ദുഃഖവെള്ളിക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ദിനമായി ആഘോഷിക്കുന്നത്. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ പ്രത്യാശയുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ ദിനത്തിനു മുമ്പുള്ള 7 ദിനങ്ങളും വിശ്വാസികൾ ഏറെ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. ഈസ്റ്ററിന് ഒരാഴ്ച മുമ്പുള്ള ഓശാന ഞായറാഴ്ചയാണ് വിശുദ്ധവാരം ആരംഭിക്കുന്നത്. യേശുക്രിസ്തു തന്റെ അനുയായികളോടൊപ്പം അവസാനത്തെ അത്താഴം കഴിച്ചതായി കരുതപ്പെടുന്ന പെസഹ വ്യാഴവും തുടർന്ന് ദുഃഖവെള്ളിയും കടന്ന് ഞായറാഴ്ച ഈസ്റ്റർ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. ഈ ദിനത്തിൽ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ, കുർബാന, തിരുകർമ്മങ്ങൾ എന്നിവ നടത്തും. ക്രൈസ്തവ ഭവനങ്ങളിൽ പ്രത്യേക വിഭവങ്ങളൊരുക്കി കുടുംബ സംഗമങ്ങളും വിരുന്നുകളും സംഘടിപ്പിക്കുന്ന ദിനം കൂടിയാണ് ഈസ്റ്റർ. അഷിത സജീവൻ, കൈരളി ന്യൂസ്.